ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മഹിമ കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്ന കണ്ണുകൾ പ്രതിനിമിഷം. മഹിമ കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്ന കണ്ണുകൾ പ്രതിനിമിഷം. കുരിരുൾ നീങ്ങിയ നീതിയിൻ കരിയൊളി വിശുവൻ സൽപ്രഭാതം. അന്നു കലുഷങ്ങളകന്നതി ആനന്ദ സാഗരെ സമ്മേളിക്കാം സതതം. അന്നു കലുഷങ്ങളകന്നതി ആനന്ദ സാഗരെ സമ്മേളിക്കാം സതതം. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവനവരത്നങ്ങൾ അലങ്കരിച്ച വന്യമം സൗധമതാകയാലും ദൈവകുഞ്ഞാടതിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. ദൈവകുഞ്ഞാടതിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ദൈവത്തിന് സ്തോത്രം. മനോഹരമായ ഒരു കാഴ്ചയാണ് യെരുശലേം ദൈവാലയത്തിൻ്റെ സുന്ദരമെന്ന ആ വാതിൽക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് പത്രോസും യോഹന്നാൻ സ്ലീഹായും ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലെ പെന്തക്കൊസ്തിൻ്റെ അനുഭവത്തിന് ശേഷമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും എല്ലാം കാഴ്ചപ്പാടുകൾ മാറി. മുമ്പ് അവർ ഈ യെരുശലേം ദൈവാലയത്തിൽ ആരാധനയ്ക്ക് വന്നിട്ടുള്ളവരാണ്. അവരുടെ ദൈവാലയം തന്നെയാണ്. അന്ന് യഹൂദന് ഒരു ദൈവാലയമേ ഉള്ളൂ. ആ ദൈവാലയത്തിൽ തന്നെയാണ് പത്രോസും യോഹന്നാനും പണ്ട് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് നിറവ് ലഭിച്ചപ്പോൾ, അപ്പോഴും പത്രോസും യോഹന്നാനും പോകുന്നത്, ആരാധനയ്ക്കായി പോകുന്നത് യെരുശലേം ദൈവാലയത്തിൽ തന്നെയാണ്. ജീവിതത്തിൽ വലിയ മാറ്റത്തോടുകൂടി
കാഴ്ചപ്പാടോടുകൂടി ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് ഇന്ന് അവർ ദൈവാലയത്തിലേക്ക് പോകുന്നത്. പണ്ട് അവർ പോയിക്കൊണ്ടിരുന്നു. യേശുവിൻ്റെ ശിഷ്യരാകുന്നതിന് മുമ്പ് അവർ ദൈവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അന്ന് പക്ഷേ അവരുടെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നില്ല. അവർ തോന്നിയതുപോലെ ജീവിച്ചവരാണ്. അവരുടെ ജീവിതത്തിൽ പല കുറവുകളും ഉണ്ടായിരുന്നു, പല ഭിന്നതകളുണ്ടായിരുന്നു, പല പാപങ്ങൾക്ക് അവിടെ അടിമയായിരുന്നു. എല്ലാം ശരിയാണ്, ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാകുവാൻ വിളിക്കപ്പെട്ടു. കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അവർ ആള് മാറി, പഴയ സ്വഭാവം എല്ലാം മാറി. അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവാം ദൈവം അവരുടെ ഉള്ളിലേക്ക് വന്നു. അപ്പോഴും ആരാധനാ സ്ഥലത്തിന് മാറ്റമൊന്നുമില്ല. അവരുടെ അതേ ആരാധനാലയത്തിലേക്ക് തന്നെ, ദൈവാലയത്തിലേക്ക് തന്നെ, യെരുശലേം ദൈവാലയത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ സന്തോഷമുള്ള ഒരാശയം ഈ കൂട്ടായ്മ പഠിപ്പിക്കുന്നത് നിറഞ്ഞു വരുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആദ്യമായി ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്നത് ഏകദേശം 30 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നപ്പോൾ കേട്ടതായ കൂട്ടായ്മയുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു വാക്യം അതിപ്രകാരമായിരുന്നു: മതമല്ല മാറേണ്ടത്, മനുഷ്യനാണ് മാറേണ്ടത്. ഏത് മതത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ മതം മാറി നടക്കുകയല്ല വേണ്ടത്, മനുഷ്യൻ്റെ സ്വഭാവമാണ് മാറേണ്ടത്, സഭയല്ല മാറേണ്ടത്. അവിടെ വന്നതായ വിശ്വാസികളോട് അന്ന് ആ വചനം പറയുന്ന ദൈവമക്കൾ പറയുകയാണ്, നിങ്ങൾ ഏത് സഭയിൽ നിൽക്കുന്നുവോ ആ സഭയിൽ തന്നെ നിൽക്കുക. സഭയല്ല മാറേണ്ടത്, നിങ്ങളുടെ മനസ്സാണ് മാറേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇത് എന്നെ ശരിയായ രീതിയിൽ ഒന്ന് ചിന്തിപ്പിച്ച വിഷയമാണ്. ശരിയല്ലേ? മനുഷ്യനല്ലേ മാറേണ്ടത്? മതം മാറിയിട്ട് എന്ത് പ്രയോജനം? സഭ മാറിയിട്ട് എന്ത് പ്രയോജനം? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്നും ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് ഏകദേശം 30 വർഷത്തോളമായി. ഈ കൂട്ടായ്മ ആരംഭിച്ചത് 1973 കാലഘട്ടത്തിൽ. ഏതാണ്ട് 50-ലധികം വർഷങ്ങളോളമായി. ഇന്നും കൂട്ടായ്മയുടെ കാഴ്ചപ്പാട് മാറിയിട്ടില്ല. മതമല്ല മാറേണ്ടത്, മനുഷ്യനാണ്. സഭയല്ല മാറേണ്ടത്, ഹൃദയമാണ്, മനസ്സാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശിഷ്യന്മാർ അവർ പണ്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന അനുഭവം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ ലഭിക്കുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് അവർ പോയിക്കൊണ്ടിരുന്ന അതേ ആലയത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ ആരാധനയ്ക്കായി പോകുന്നത്. അവർ പള്ളിയൊന്നും മാറിയില്ല. അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇനി പള്ളി വേണ്ട എന്ന് അവർ തീരുമാനിച്ചില്ല. അവരുടെ ആ പാരമ്പര്യമായിട്ട് അവർക്ക് ദൈവം കൊടുത്ത ആ പള്ളിയോട് തന്നെ ചേർന്ന് ആ ആരാധനാലയത്തിൽ അവർ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ദൈവമക്കളെ, നമ്മളും മതം മാറുകയല്ല വേണ്ടത്. ഈ കൂട്ടായ്മയിൽ മതം മാറുക എന്നുള്ളത് ഒരു ചിന്താവിഷയമേ അല്ല. ആരെയും മതം മാറ്റിയിട്ടില്ല, ഇനിയും മാറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ആരുടെയും സഭ മാറ്റുകയില്ല, മാറ്റാൻ ഉദ്ദേശമില്ല, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ കൂട്ടായ്മയിൽ വന്ന് ദൈവവചനം കേൾക്കുന്ന, യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഏവരും അവരുടെ ജീവിതം മാറ്റണം. അവരുടെ പാപ സ്വഭാവത്തോട് യാത്ര പറയണം. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയ്ക്ക് ഒരു ആപ്തവാക്യമുണ്ട്: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനാലയത്തിലേക്ക് എന്നും പോകാം, കുഴപ്പമില്ല. ചടങ്ങുകളെല്ലാം നമുക്ക് ക്രമമായിട്ട് ആചരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ ദൈവാലയത്തിൽ പോകുന്നവനായതുകൊണ്ടോ, ആരാധനയിൽ പങ്കെടുക്കുന്നവനായതുകൊണ്ടോ, ദൈവാലയത്തിന് കൊടുക്കുന്നവനായതുകൊണ്ടോ, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല. ദൈവരാജ്യത്തിൽ കടക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ നടത്തുന്നവനാണ്, ദൈവത്തിന് സ്തോത്രം, ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ജീവിതം മാറണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്, നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരമാണ്. നമ്മുടെ ജീവിതത്തിൽ പാപത്തോടുള്ളതായ ആ വെറുപ്പും അറപ്പുമാണ് വരേണ്ടത്. ഇനി ഞാൻ പാപം ചെയ്യുകയില്ല,
എൻ്റെ കർത്താവായ യേശു ക്രിസ്തു, എൻ്റെ രക്ഷിതാവായ യേശു എന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി, എൻ്റെ പാപക്കടം കീറിക്കളയുന്നതിന് വേണ്ടി കാൽവരി കുരിശിന്മേൽ യാഗമായി തീർന്നു. ആ യേശു തൻ്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഈ ഭൂമിയിൽ ഒഴുക്കിയപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ പാപമോചനത്തിനുള്ളതായ ആ ബലി, ആ ദൈവത്തിന് സ്തോത്രം, പ്രജാപതി യാഗം അവിടെ നിവൃത്തിയായപ്പോൾ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരികയാണ്. ഞാനത് വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിലെ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ കടക്കാം. എത്ര എളുപ്പമാണെന്ന് നോക്കൂ ക്രിസ്തീയ ജീവിതം, എത്ര സന്തോഷകരമാണെന്ന് നോക്കൂ ക്രിസ്തീയ ജീവിതം. ജീവിതത്തിൽ നിന്ന് പാപം മാറുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ജീവിതത്തിൽ പാപം മാറുമ്പോൾ കിട്ടുന്നതായ ഒരു ധൈര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പിശാചിനോട് യാത്ര പറയുമ്പോൾ ലഭിക്കുന്നതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ എന്തെല്ലാം വന്നാൽ എന്ത്, ഏതെല്ലാം കഷ്ടതകളിലൂടെ പോകേണ്ടി വന്നാൽ എന്ത്, ദൈവമക്കളെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ, യേശു കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് നടക്കുന്നതെങ്കിൽ എന്ത് ധൈര്യമാണെന്നറിയാമോ, എന്ത് സമാധാനമാണെന്നറിയാമോ? അത് സ്വർഗത്തിലെ ദൈവം തരുന്നതായ ഒരു അനുഭവമാണ്, കർത്താവായ യേശു ക്രിസ്തു തരുന്നതായ ഒരു അനുഭവമാണ്. ഇവിടെ ഇതാ പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോകുന്നു. അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ, ആത്മീയമായ ശക്തി ലഭിച്ചപ്പോൾ അവർ ദൈവാലയമൊന്നും മാറിയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ദൈവാലയത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് ആ ദൈവാലയത്തിൻ്റെ സുന്ദരമെന്ന ആ വാതിൽക്കൽ ഒരു ഭിക്ഷക്കാരൻ, ദൈവത്തിന് സ്തോത്രം, അവൻ്റെ പ്രത്യേകത, അമ്മയുടെ ഉദരത്തിൽ നിന്ന് അവൻ പുറത്തു വരുമ്പോൾ മുതൽ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു മനുഷ്യൻ, നടന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എപ്പോഴും അശരണരുടെ, ആരുമില്ലാത്തവരുടെ കൂടെ നിൽക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ഹൃദയത്തിലുള്ള ദൈവമക്കളും അങ്ങനെയായിരിക്കും. അവർ എപ്പോഴും സാധുക്കളോടുകൂടെ, ആവശ്യക്കാരോടുകൂടെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടതൊന്ന് ചെയ്തു കൊടുക്കുവാൻ മനസ്സുള്ളവരായിരിക്കും ശരിയായ ദൈവമക്കൾ, ആത്മനിറവുള്ളതായ ദൈവമക്കൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ളതായ ദൈവമക്കൾ. അവർ എപ്പോഴും പാവങ്ങളോടുകൂടെ, ദൈവത്തിന് സ്തോത്രം, ആരുമില്ല എന്ന് പറയുന്നവരോട് കൂടെ നിൽക്കുവാൻ ആ യേശുവിൻ്റെ സ്വഭാവം കാണിക്കുന്നവരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യനെ ഭിക്ഷയാചിക്കുന്നതിന് വേണ്ടി ആ ഗോപുരത്തിങ്കൽ ദിനംപ്രതി കൊണ്ടേ കിടത്താറുണ്ട്. അന്നും അവനെ കൊണ്ടേ കിടത്തി. അപ്പോഴാണ് പത്രോസും യോഹന്നാനും ഈ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആയിട്ട് വരുന്നത്. പത്രോസും യോഹന്നാനും ഈ മനുഷ്യനെ കണ്ടു, ഈ മനുഷ്യൻ അവരെയും കണ്ടു. അവർ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ അവൻ എല്ലാവരോടും ചോദിക്കുന്നത് പോലെ ഈ പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ചു, ഭിക്ഷ എനിക്കെന്തെങ്കിലും തരണമേ എന്ന്, എനിക്കെന്തെങ്കിലും തരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പത്രോസ് ലീഹ കൊടുക്കുന്നതായ മറുപടിയാണ് നാം വായിക്കുന്നത്, വെള്ളിയും പൊന്നും എനിക്കില്ല. മകനെ, നിന്റെ ഇപ്പോഴത്തെ ചോദ്യത്തിൽ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടതായ പണമാണ് നീ ചോദിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അത് തരാനില്ല, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല. പകരം എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്ക് ഒരാളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. നാം പരിശുദ്ധാത്മ ശക്തിയിൽ നടക്കുന്നവരാണെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരാണെങ്കിൽ, ആത്മബലത്തിൽ ആത്മീയ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നാം ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അത് നമ്മുടെ സംസാരത്തിലൂടെ, അത് നമ്മുടെ സ്വഭാവത്തിലൂടെ, അത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നടത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. പത്രോസ് ലീഹ പറയുന്ന വാക്യപ്രകാരമാണ്, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പത്രോസ് ലീഹയുടെ ഒരു നടപ്പ്, ഇതിനു മുമ്പ് നടന്ന ഒരു നടപ്പ് ഓർമ്മയിൽ വന്നു. ഇതിനു മുമ്പുള്ളതായ ഒരു ശുശ്രൂഷയിൽ നമ്മളത് ചിന്തിച്ചതാണ്. അന്ന് പടകെടുത്തുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും ഗലീല കടലിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാതിരാത്രി കഴിഞ്ഞു, 4 യാമത്തോളം എത്തി. അപ്പോഴും അവർക്ക് കരയ്ക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. നല്ല കൊടുങ്കാറ്റടിക്കുന്നു. കയറിയിരിക്കുന്നതായ ആ കപ്പല് മുങ്ങുമെന്നുള്ളതായ അവസ്ഥ വരുന്നു. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ആ കടലിലൂടെ നടന്നു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവാണ് എന്ന് ബോധ്യമായപ്പോൾ പത്രോസ് ലീഹ കർത്താവിനോട് പറയുന്നുണ്ട്, നീ കർത്താവാകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ കടലിൽ നടന്നു വരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ലീഹായ്ക്ക് കടലിൽ കൂടി ഒന്ന് നടക്കുന്നതിനുള്ളൊരാഗ്രഹം. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു വരിക എന്ന് പറഞ്ഞു, നടക്കാൻ പറഞ്ഞു. പത്രോസ് ലീഹ പടകിൽ നിന്ന് ഇറങ്ങി നേരെ ആ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ കടലിലെ തിരമാലകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ പത്രോസ് ലീഹ മുങ്ങിപ്പോകുന്നു. അതുവരെ മുങ്ങാതെ നിന്ന, അതുവരെ വെള്ളത്തിൻ്റെ മീതെ നടന്നുകൊണ്ടിരുന്ന പത്രോസ് ലീഹ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി പോവുകയാണ്.
ഭയപ്പെട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്താണ് അവിടെ സംഭവിച്ചത്? പത്രോസിൻ്റെ ശ്രദ്ധ മാറി. യേശുവിൽ നിന്നുള്ള ശ്രദ്ധ ലോകപ്രകാരമുള്ളതായ ആ കഷ്ടപ്പാടിലേക്കും ആ കൊടുങ്കാറ്റിലേക്കും തെറുത്തു വരുന്നതായ ആ തിരമാലകളിലേക്കും പത്രോസ്ലീഹയുടെ ശ്രദ്ധ പോയി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ നിന്ന് നോട്ടം മാറിയോ നമ്മൾ ആത്മീയമായി താണുപോയിക്കൊണ്ടേയിരിക്കും, ആത്മീയമായി അഗാധത്തിലേക്ക് പതിച്ചുകൊണ്ടേയിരിക്കും. യേശുവിനെ മാത്രം നോക്കുക. സഭയല്ല നോക്കേണ്ടത്, പള്ളിയല്ല നോക്കേണ്ടത്, ദൈവത്തിന് സ്തോത്രം വചനം തരുന്ന ദൈവമക്കളെയല്ല നോക്കേണ്ടത്, കൂട്ടായ്മയല്ല നോക്കേണ്ടത്, യേശുവിനെ മാത്രം. യേശുവിനെ മാത്രം നോക്കുക. എന്നാൽ പത്രോസ്ലീഹായെ കർത്താവായ യേശു ക്രിസ്തു കൈപിടിച്ച് ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ അത്ഭുതം നടന്നപ്പോൾ പത്രോസ്ലീഹ മുങ്ങിപ്പോയ ഒരു വ്യക്തിയാണ്, താണുപോയ ഒരു വ്യക്തിയാണ്. എന്നാൽ ആ പത്രോസാണ് ഇന്ന് ഈ ഭിക്ഷയാചിച്ചുകൊണ്ട് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഇരിക്കുന്നതായ പിറവിയിലെ മുടന്തനായ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുതൽ മുടന്തനായ, നടന്നിട്ടില്ലാത്ത ആ മനുഷ്യനോട് പറയുന്നത്, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക. ദൈവത്തിന് സ്തോത്രം. അന്ന് നടക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനോട് അപേക്ഷിച്ചതായ ആ പത്രോസ്ലീഹ ഇന്ന് ജീവിതത്തിൽ ഇന്നുവരെയും നടന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് ധൈര്യസമേതം പറയുകയാണ്, നീ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തായിരുന്നു ഈ രണ്ട് അത്ഭുതങ്ങൾക്കിടയിൽ സംഭവിച്ചത്? ഈ രണ്ട് അത്ഭുതങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഈ പത്രോസ്ലീഹായ്ക്ക് ഇത്രമാത്രം ധൈര്യം എവിടെ നിന്ന് കിട്ടി? പിറവിയിലെ മുടന്തനായി ജീവിതത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്തൊരു വ്യക്തി. ആ വ്യക്തി ഒരു മനുഷ്യനും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവിടെ ചെയ്തിട്ടില്ല. അതൊന്നും തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഈ പത്രോസ് ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക. അവനെ കൈക്ക് പിടിച്ചങ്ങ് എഴുന്നേൽപ്പിക്കുകയാണ് പത്രോസ്. ധൈര്യത്തോടു കൂടി അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കാലും നരിയാണി മുറച്ചു. അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു എന്നാണ് നാം വായിക്കുന്നത്. എത്ര വലിയ അത്ഭുതം! ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് കടലിൽ കൂടെ നടന്നപ്പോൾ മുങ്ങിപ്പോയ പത്രോസ്, താണുപോയ പത്രോസ്, പക്ഷെ ഇപ്പോഴിതാ ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു വ്യക്തിയുടെ കൈ പിടിച്ച് ധൈര്യസമേതം എഴുന്നേൽപ്പിക്കുകയാണ്, അവനെ നടത്തുകയാണ്. കാരണം എന്താണ് ദൈവമക്കളെ? ദൈവത്തിന് സ്തോത്രം. കാരണം ഈ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക്, പത്രോസിൻ്റെ ഉള്ളിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവാം ദൈവം കടന്നു വന്നു എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നമ്മുടെ ഉള്ളിൽ ധൈര്യം കിട്ടും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും, ഏത് കഷ്ടപ്പാടുകളെയും, ഏത് ദുരിതങ്ങളെയും നമുക്ക് ധൈര്യസമേതം നേരിടുന്നതിനുള്ള ബലം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകും. ദൈവത്തിന് സ്തോത്രം. സ്വതവേ ബലം ഉണ്ടായിട്ടല്ല, സ്വതവേ ഏതെങ്കിലും തരത്തിലുള്ള ധൈര്യം നമുക്കുണ്ടായിട്ടല്ല. പേടിത്തൊണ്ടന്മാരാണ്. ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്കും വിറച്ചു പോകുന്നവരായിരുന്നു. പക്ഷേ ഇന്ന് യേശു ഹൃദയത്തിൽ വന്നപ്പോൾ ഏത് കാര്യത്തെയും നേരിടാനുള്ളതായ ധൈര്യം കർത്താവായ യേശു ക്രിസ്തു തരും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതാ പത്രോസിൽ കൂടിയാണ് കർത്താവായ യേശു ക്രിസ്തു ആ മഹാത്ഭുതം അവിടെ പ്രവർത്തിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് നാം നോക്കിക്കഴിഞ്ഞാൽ പത്രോസ്ലീഹ ഈ മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കാനായിട്ട് പരിശീലിപ്പിക്കുന്നു. അവൻ നടക്കുന്നു. പക്ഷേ തുടർന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പള്ളിയിൽ നിന്ന് എതിർപ്പുണ്ടായി. ആ ദൈവാലയത്തിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി. ഈ ദൈവാലയത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ തന്നെ പത്രോസ്ലീഹയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, ഈ പത്രോസ്ലീഹ അന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതായ രാത്രിയിൽ യേശുവിനെ പിലാത്തോസിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോയ സമയത്ത്, ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയ സമയത്ത്, അതുപോലെ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയതായ സമയത്ത് കേവലം ഒരു ബാല്യക്കാരുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. 3.5 കൊല്ലക്കാലം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അതിശയങ്ങളും എല്ലാം നേരിൽ കണ്ട് അതിലെല്ലാം ഭാഗവാക്കായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതായ ആ പത്രോസ് കേവലം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ അറിയില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. തീർന്നില്ല. ഒരു സമയത്ത് ഒരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, പ്രാകുവാൻ തുടങ്ങി. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് യേശുവിനെ പ്രാകുവാനും ഈ ചോദിച്ച വ്യക്തിയോട് ബഹളം ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയാണ്. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ചതി, അത്രമാത്രം വഞ്ചന യേശുക്രിസ്തുവിനോട് ചെയ്തൊരു വ്യക്തിയാണ്. കാരണം യേശുവിനെ അറിയുമെന്ന് പറയുന്നതിനുള്ള ധൈര്യമില്ല. തൻ്റെ പ്രാണൻ നഷ്ടപ്പെടും, തന്നെയും പിടിക്കാൻ സാധ്യതയുണ്ട്, പട്ടാളക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്, ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, തൻ്റെ ജീവൻ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പത്രോസ് അവിടെ ഈ കള്ളം പറയുന്നത്, വ്യാജം പറയുന്നത്. കാരണം അത്രയേ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ മഹാത്ഭുതം ചെയ്ത് പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവമക്കളെ, പത്രോസ്ലീഹ ഈ ദൈവാലയത്തിൽ വെച്ച് ഒരു പ്രസംഗം നടത്തുകയാണ്. അത് 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ
ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമന്റെ എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. ദൈവത്തിന് സ്തോത്രം. ഈ മഹാത്ഭുതം നടന്നു. ഈ മനുഷ്യൻ എഴുന്നേറ്റ് കുതിച്ച് നടക്കുന്നു. അപ്പോൾ ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. ദൈവാലയത്തിൽ വന്ന ജനമെല്ലാം അത്ഭുതപ്പെട്ടു. ഇതെന്തൊരത്ഭുതം! ഇതുവരെയും കാണാത്ത ഒരു അത്ഭുതം. യേശു ഉണ്ടായിരുന്ന സമയത്ത് ഈ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസിൽ കൂടി ഈ മഹാത്ഭുതം നടക്കുകയാണ്. യോഹന്നാനിൽ കൂടി ഈ അത്ഭുതം നടക്കുകയാണ്. ഉടനെ ജനമെല്ലാം ഓടിക്കൂടി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? വായിക്കാം അടുത്ത വാചകം. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം. കിട്ടിയ അവസരം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏത് അത്ഭുതം നടന്നാലും, ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്താലും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതെല്ലാം ദൈവ വചനം പറയുന്നതിന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുന്നതിന് അത് മുഖാന്തരങ്ങളാക്കി നമ്മൾ ഉപയോഗിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഭവവും യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുന്നതിനുള്ളതാണ്. ഇവിടെ ഇതാ പത്രോസ് ലീഹ ധൈര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 13-14 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. 2 വാക്കുകൾ ഇവിടെ എൻ്റെ ഹൃദയത്തിൽ തൊട്ടു. അത് ഒരേ വാക്ക് തന്നെയാണ്, 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. 14-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് പത്രോസ് ലീഹായ്ക്ക് ഉപയോഗിക്കാനുള്ള അർഹതയുണ്ടോ, തള്ളിപ്പറഞ്ഞു എന്നുള്ള കാര്യം? കാരണം ഈ പത്രോസ് 3 വട്ടം തള്ളിപ്പറഞ്ഞായിരുന്നു. ഈ പത്രോസ് തന്നെ യേശു ക്രിസ്തുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. എന്നാൽ ഈ പത്രോസാണ് ഈ നിൽക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് പറയുന്നത്, നിങ്ങളുടെ ഇടയിലേക്ക് അയച്ചു തന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ തള്ളിക്കളഞ്ഞു, നിങ്ങൾ അവനെ തള്ളിക്കളഞ്ഞു, നിങ്ങൾ അവനെ കൊലപാതകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു, എന്നിട്ട് നീതിമാനായ ഈ യേശുവിനെ നിങ്ങൾ കുരിശിന്മേൽ തറച്ചു കൊന്നു. ദൈവമക്കളെ, ഇപ്പോൾ ഈ പത്രോസ് ഇത്ര ധൈര്യത്തോടെ ഇത് പറയാൻ കാരണം എന്താണ്? പത്രോസിന് അറിയരുതോ താൻ തള്ളിപ്പറഞ്ഞതാണെന്ന്? ആ വാക്ക് പറയാനുള്ള അർഹത പത്രോസിനുണ്ടോ? ഒരു പക്ഷേ പത്രോസ് ലീഹ ഇത് പറയുമ്പോൾ പത്രോസിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകുന്നുണ്ടാവും. കാരണം ഈ വാക്ക് പറയാൻ തനിക്കെന്താ അർഹത? താനും 3 വട്ടം അന്ന് രാത്രിയിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞതല്ലേ ഓർത്ത് പത്രോസിൻ്റെ കണ്ണിൽ കൂടെ ഒരു പക്ഷേ കണ്ണുനീര് വന്നു കാണും. എന്നാൽ പത്രോസ് ഇന്ന് ധൈര്യത്തോടെ പറയാൻ കാരണം ഇനി തൻ്റെ ജീവിതത്തിൽ യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു അനുഭവം ഉണ്ടാവില്ല എന്നുള്ള ഒരു സമർപ്പണം പത്രോസിനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ ഉള്ളിൽ വന്നു ഈ ധൈര്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ നാം പത്രോസിൻ്റെ ധൈര്യം കാണുകയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതായ പത്രോസ് ഇന്ന് യെശുവിനെ സാക്ഷിക്കുന്നത്, യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നത്, യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ദൈവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ്, അധികാരികളുടെ ഇടയിൽ വെച്ചാണ്, ആ യെരുശലേം ദൈവാലയത്തിൻ്റെ ഗോപുര വാതിൽക്കൽ വെച്ചാണ്, ആ വാതിൽക്കലിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ജനമെല്ലാം കൂടി നിൽക്കുകയാണ്. അവിടെ പുരോഹിതന്മാരുണ്ട്, അവിടെ മഹാപുരോഹിതന്മാരുണ്ട്. ഇവർ പലരും കേൾക്കുന്നുണ്ട്. ഈ പത്രോസിൻ്റെ പ്രസംഗം അവർ പലരും കേൾക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. കേട്ടോ, പത്രോസ് ലീഹായുടെയും യോഹന്നാന്റെയും നേരെ വന്നത് ആരൊക്കെയാണ്? പുരോഹിതന്മാരും പടനായകനും സദൂക്യരും അവൻ്റെ നേരെ വന്നു. പിടിച്ചുകൊണ്ട് പോയി, മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി. ഈ യേശുവിൻ്റെ നാമത്തിൽ ഇനി അശേഷം സംസാരിക്കരുതെന്ന് തർജ്ജനം പറഞ്ഞു അവരോട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ആ സമയത്ത് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ പത്രോസും യോഹന്നാനും പറയുന്ന ഒരു വാചകമുണ്ട്. അതാണ് 20-ാം വാക്യം 4-ാം അധ്യായത്തിൻ്റെ. ഒന്ന് വായിച്ച് കേൾക്കാം. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. കേട്ടോ, പത്രോസ് ലീഹായുടെ ഉള്ളിൽ വന്നതായ ധൈര്യം. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, എൻ്റെ ഉള്ളിൽ വന്നതായ ഒരു ചിന്ത, എങ്ങനെ പത്രോസിന് ഇത്രമാത്രം ധൈര്യം വന്നു? എങ്ങനെ പത്രോസ് ഇത്രമാത്രം രൂപാന്തരപ്പെട്ടു? പത്രോസ് എങ്ങനെ കർത്താവിൻ്റെ ആ പടയാളിയായി മാറി? യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി ഓടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. നാം കേട്ടിട്ടുണ്ട്, പത്രോസ് ലീഹായെ ഒരു കുരിശിന്മേൽ തലകീഴായി ക്രൂശിച്ചാണ് കൊന്നിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആ യേശുവിന് വേണ്ടി ആ ക്രൂശിക്കപ്പെടുവാൻ വരെ ധൈര്യം എങ്ങനെ ഈ പത്രോസ് ലീഹായ്ക്കുണ്ടായി? അതിനുള്ള കാരണം
ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പത്രോസ് ലീഹായിക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ശിഷ്യന്മാരെ കൂടിയിരുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ പരിശുദ്ധാത്മ നിറവുള്ളവരായി മാറിയപ്പോൾ ഈ ധൈര്യം അവരുടെ ഉള്ളിലേക്ക് വന്നു. അത് മനുഷ്യൻ്റെ ധൈര്യമല്ല, മനുഷ്യന് സ്വയമേ കിട്ടുന്ന ധൈര്യമല്ല. ഇത് ദൈവം നൽകുന്നതായ ധൈര്യമാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഞാനും ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവം തന്നിരിക്കുന്ന ഒരു ധൈര്യമൊക്കെ ഉണ്ട്. എന്നാൽ ദൈവമക്കളെ, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഈ ആത്മ നിറവ് പ്രാപിച്ച് ധൈര്യത്തോടുകൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഈ ലോകത്തിൽ എൻ്റെ ജീവിതം തീർക്കണമെന്നുള്ളത് എനിക്കൊരു സമർപ്പണം കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതെന്നും യേശുവിനോട് പറയുന്ന ഒരു സമർപ്പണമാണ്. കർത്താവേ, ജീവിതാന്ത്യം വരെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ, എനിക്ക് ഈ ഭൂമിയിൽ നിൻ്റെ വേല ചെയ്ത് ജീവിപ്പാൻ ഭാഗ്യം തരണമേ എന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ധൈര്യം കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ഭാരങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, അപകടങ്ങൾ വന്നാലും, അനർത്ഥങ്ങൾ വന്നാലും, ദൈവത്തിന് സ്തോത്രം, കടഭാരം വന്നാലും, ഈ ലോകത്തിൽ നമ്മെ തകർക്കുന്നതായ പിശാചിൻ്റെ ഏത് തന്ത്രം നമ്മുടെ ജീവിതത്തിന് നേരെ വന്നാലും, നമ്മളെ തുറിച്ചു നോക്കിയാലും, സർപ്പം കൊത്താൻ നോക്കുന്നത് പോലെ നമ്മുടെ നേരെ കഷ്ടതകളും ദുരിതങ്ങളും നോക്കി നിന്നാലും, ദൈവത്തിന് സ്തോത്രം, അതിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വന്നാലും ധൈര്യത്തോടെ ഈ ലോകത്തിൽ ജീവിതം നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അതിനുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക, ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ധൈര്യത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ വന്നതായ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നതായ പാപങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി തന്നു എന്നുള്ളതായ ധൈര്യം. ഇനിമേൽ ഞാൻ പാപം ചെയ്യില്ല, ഇനി എന്നെ പാപത്തിന് കിട്ടുകയില്ല, സാത്താന് ഇടമുള്ളതായ, സാത്താൻ അവകാശം പറയുന്നതായ യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ഞാൻ എന്നെ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളതായ ഒരു സമർപ്പണം. ദൈവമക്കളെ, അവിടെയാണ് യേശു പ്രവർത്തിക്കുന്നത്, അവിടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ആ ഒരു സമർപ്പണം നമുക്ക് ഓരോരുത്തർക്കും ഇനി എടുപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരട്ടെ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ തലകണമണക്കി ആ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ സമർപ്പണം ഒരിക്കൽ കൂടി പുതുക്കുകയാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച് അവസാനത്തുള്ള രക്തം വരെയും എനിക്ക് വേണ്ടി ഒഴുക്കി തന്ന യേശുവെ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവെ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിന്മേൽ മരിച്ച് അവസാനത്തുള്ള രക്തം വരെ ഒഴുക്കി തന്ന എൻ്റെ പ്രാണപ്രിയനായ യേശുവെ, എൻ്റെ പാപം ക്ഷമിച്ചു തന്ന എൻ്റെ കർത്താവേ, എന്നെ സ്വർഗരാജ്യത്തിൻ്റെ ഉടയവനാക്കിയ എൻ്റെ കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ദൈവമക്കളെ, ആ സമർപ്പണം എടുത്ത ഏവരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു എഴുതിത്തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ ഈ സമയത്തിനായി സ്തോത്രം. തീരുമാനമെടുത്ത ഓരോരുത്തരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ധൈര്യമുള്ളവരായി കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രാപിച്ചവരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാ മടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ.